ഹലോ, ഇന്നത്തെ പരിപാടി മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ സൗണ്ടിനൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ സൗണ്ട് വ്യത്യാസം വരുമ്പോൾ തന്നെ നമ്മളൊന്ന് ഓയിൽ ചേഞ്ചും മെഷീനൊന്ന് ക്ലീനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു സ്മൂത്തായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് അത് പൊക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇത്രയും അഴുക്കൊക്കെ ഉണ്ട് മെഷീനിൽ. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് കൂടുതൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ടൊക്കെ അപ്പോൾ മെഷീൻ കേടും വരാം. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഹൈ ആൻഡ് ലോയിലാണ് നിൽക്കുന്നത് മെഷീൻ്റെ ഓയിൽ. അത് ഹൈയിൽ വേണം എപ്പോഴും നിൽക്കാനായിട്ട്. ലോ ആവുമ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്, കളർ വ്യത്യാസം വരണം. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഒരു വലിയ കളർ വ്യത്യാസം വന്നില്ലെങ്കിലും നമുക്ക് ഈ ഓയിലൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, ഫുൾ അഴുക്കായതുകൊണ്ട്. അപ്പോൾ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ ചേഞ്ച് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം അത് മാറ്റിയതിന് ശേഷം ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കണം. അത് അഴിച്ചെടുത്താൽ മാത്രമേ താഴെ കൂടി ഓയിൽ താഴേയിൽ ഒരു അത് നമുക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവും താഴെ കൂടി പോകാനായിട്ട്. അപ്പോൾ കുറച്ച് ടൈറ്റായിരുന്നു. അപ്പോൾ കുറച്ച് പാടുപെട്ടിട്ട് ഞാനത് അഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ടൈറ്റായിട്ടിരിക്കണമായിരുന്നു. ഇപ്പോൾ 2-3 മാസം പറ്റി ആയല്ലോ ഇതൊന്ന് ഓയിൽ ചേഞ്ച് ചെയ്തിട്ട്. 3 മാസം കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യും. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പഴയ ഒരു ടിന്നെടുത്തിട്ടുണ്ട് ഓയിൽ കളക്ട് ചെയ്യാനായിട്ടാണ്. അത് നമ്മൾ മെഷീൻ്റെ താഴേയിൽ വെച്ച് കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു. അതിൻ്റെ ഒരു ഹോളുണ്ട്, അതിൽ വെച്ച് കൊടുക്കണം. ഇതിൽ ഓയിൽ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മെഷീൻ നല്ല ക്ലീൻ ആയിട്ടുള്ള. അപ്പോൾ ഞാൻ ഈ ഒരു ഓയിൽ ഇവിടുത്തെ ഒരു കടയിൽ നിന്നാണ് ഈ ഓയിലിട്ടിന് മേടിച്ചേക്കണത്. വെറും 190 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ യൂസ് ചെയ്ത് പകുതിയായത്. ഇപ്പോൾ ഫുള്ള് ഒഴിക്കാനുണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം അഴിച്ചെടുത്ത് എന്തൊക്കെയാണോ അത് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഓയിൽ ഒഴിക്കാനായിട്ട്. അതൊരിക്കലും മറന്നു പോകരുത്. വളരെ സിമ്പിളാണ്. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാം അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഓയിൽ ചേഞ്ച്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാന്തം എടുത്ത് വെക്കാൻ മറക്കരുത്.